Dear friends, hearty welcome to English Easy English. Today we are going to discuss uses of to. ടൂവിൻ്റെ ഉപയോഗങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ പഠനം. ടൂവിൻ്റെ ഉപയോഗം എന്ന് പറയുമ്പോഴത്തേക്ക് അത് പ്രധാനമായിട്ടും പ്രിപ്പോസിഷൻ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും പ്രിപ്പോസിഷൻ അതിനെ മനസ്സിലാവില്ല. അങ്ങനെയല്ല, ഇത് വളരെ ഈസിയാണ്. നമുക്ക് ഇതിൻ്റെ കുറച്ച് മീനിങ്ങുകൾ പഠിക്കാം. അതായത് എങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. പ്രിപ്പോസിഷൻ മീൻസ് എന്താണ്? പ്രീ പൊസിഷൻ, ഒന്നിന് മുന്നിലായി പ്ലേസ് ചെയ്യുക. എപ്പോഴും ഈ പ്രിപ്പോസിഷൻ എന്ന് പറയുന്ന സാധനം നൗൺ അല്ലെങ്കിൽ നൗൺ ഫ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നൗണും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വാക്കുകൾ, അല്ലെങ്കിൽ പ്രോനൗൺ, നൗണിന് പകരം ഉപയോഗിക്കുന്ന വേർഡുകൾ, ഇതിന് മുന്നിലാണ് എപ്പോഴും പ്രിപ്പോസിഷൻ വരുന്നത്. ഇവിടെ ഇനി ടു അതെങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം. അതിന്റെ മീനിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, ലെറ്റ് us start. He moved to the top. എന്താണ്? അവൻ ടോപ്പിലേക്ക് മൂവ് ചെയ്തു. ആ ടോപ്പും ഇപ്പുറത്തെ ഭാഗമായിട്ട് ലിങ്ക്, ഇതാണ് പ്രിപ്പോസിഷൻ എപ്പോഴും ഉണ്ടാക്കുന്നത്. ഈ നൗൺ അല്ലെങ്കിൽ നൗൺ ഫ്രൈസ് തൊട്ടിപ്പുറത്ത് വരുന്ന സാധനവും അതിന് മുന്നിലത്തെ സാധനവുമായിട്ട് ലിങ്ക് ഉണ്ടാക്കും. അതിനാണ് പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നത്. അതായത് കറക്റ്റ് മീനിങ് കിട്ടാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വേർഡ് എന്ന് വിചാരിച്ചാൽ മാത്രം മതി. ഇനി ടൂവിന്റെ അർത്ഥങ്ങൾ ലേക്ക്, ഓട്, വരെ, ന്, ഇങ്ങനെ കുറേ അർത്ഥങ്ങൾ. അതിൽ കുറേ അത്യാവശ്യമുള്ളതാണ് നമ്മളിവിടെ നോക്കും. ഓക്കെ, ദേ വെന്റ് ടു സ്കൂൾ. അവർ സ്കൂളിലേക്ക് പോയി. ഇപ്പൊ സ്കൂളും അവരുമായിട്ട് ഒരു ബന്ധം. അവരെവിടെ പോയി? സ്കൂളിലേക്ക് പോയി. ഓക്കെ, നെക്സ്റ്റ്, ടെല്ലിംഗ് സ്റ്റോറീസ് ടു ചിൽഡ്രൻ. കുട്ടികളോട് കഥ പറയുക, അതല്ലെങ്കിൽ കഥ പറയൽ, അതാണ് ടെല്ലിംഗ്. പറയൽ ഇല്ലെന്നാണ് വരുന്നത് ING ഫോം വന്നു കഴിഞ്ഞാൽ. ഓക്കെ, ടെല്ലിംഗ് സ്റ്റോറീസ് ടു ചിൽഡ്രൻ ഈസ് അൻ എക്സൈറ്റിംഗ് തിങ്. ഇപ്പൊ ടു ഇവിടെ വന്ന എന്താണ്? അവരോട്, ഓട് എന്നാണ് അവിടുത്തെ മീൻ. I work from Monday to Saturday. ഞാൻ മൺഡേ മുതൽ സാറ്റർഡേ വരെ, വരെ എന്നുള്ള മീനിങ്, വർക്ക് ചെയ്യുന്നു. ഫ്രം ടു, അപ്പൊ ഇങ്ങനെയും ടു ഉപയോഗിക്കാം. നെക്സ്റ്റ്, അപ്ലൈ വാർണിഷ് ടു ദ സർഫസ്. സർഫസിലേക്ക് വാർണിഷ് അപ്ലൈ ചെയ്യുക. അപ്പൊ ലേക്ക് എന്നുള്ള മീനിങ് ആയി. ഇവിടെ ഓൺ ഇട്ടാലും കറക്റ്റ് ആവും. അപ്ലൈ വാർണിഷ് ഓൺ ദ സർഫസ്. അപ്പൊ സർഫസിൻ മേൽ എന്നും നമുക്ക് ഉപയോഗിക്കാം. അതായത് മേൽ എന്നുള്ള അർത്ഥവും വരും എന്നാണ് ഈ പറഞ്ഞതിന്റെ മീനിങ്. ഓക്കെ, ദേ വെന്റ് ടു ലഞ്ച്. അവർ ലഞ്ചിന് പോയി, അല്ലെങ്കിൽ ലഞ്ച് കഴിക്കാൻ പോയി. നെക്സ്റ്റ്, ഷീ ഡ്രോവ് കാർ ടു ദ സിറ്റി. അവൾ സിറ്റിയിലേക്ക് കാർ ഓട്ടിച്ചു. ഡ്രോവ് ഓട്ടിച്ചു, ഡ്രൈവ്, ഡ്രോവ്, ഡ്രിവൺ. ഡ്രൈവ് ഓട്ടിക്കുക, ഡ്രോവ് ഓട്ടിച്ചു, ഡ്രിവൺ, ടേക്ക് ഫാർ. നമ്മൾ എന്തെല്ലാം പഠിച്ചു? ലേക്ക്, ഓട്, വരെ, ന്, ഇങ്ങനെ കുറേ മീനിങ്ങുകൾ പഠിച്ചു. ഇനി ഒരുപാടുണ്ട്. ഇതാണ് സർവ്വസാധാരണമായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഹി വെന്റ് ഹോം. വെന്റ് ടു ഹോം എന്ന് പറയാനാണ് നമുക്കൊരു താല്പര്യം. അത് ശരിയല്ല. ഗ്രാമാറ്റിക്കലി ഹി വെന്റ് ഹോം, അതായത് ഹോമിന് മുന്നിൽ ടു എന്നുള്ള വേർഡ് ഉപയോഗിക്കാൻ പാടില്ല. അത്രമാത്രമേ ഉള്ളൂ. ഇതാണ് ഇന്നത്തെ ഡിസ്കഷൻ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഇഫ് യു ലൈക്ക് ദിസ്, പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. A short break. Goodbye.